ടേസ്റ്റ് വേണം, സമയമില്ല, അധികം സാധനങ്ങളും പാടില്ല. അപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയ സാധനം കേട്ടോ. ഇന്ന് ഞാൻ ഈ ഉണ്ടാക്കാൻ പോകുന്ന സാധനം ഉണ്ടല്ലോ, നമുക്ക് കുറേ സന്ദർഭങ്ങളിൽ നമുക്ക് ഉപകാരപ്പെടും. നമുക്ക് വലുതായിട്ടൊന്നും കഴിക്കാൻ മൂടില്ല, തിന്നാൻ സമയമില്ല. തിന്നാൻ സമയമില്ലാണ്ടിരിക്കത്തില്ലല്ലോ, കുക്ക് ചെയ്യാൻ സമയമില്ല, കറി ഉണ്ടാക്കാൻ സമയമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടണം, ഒരു മൊത്തത്തിൽ ഒരു ശോകം, മൂടില്ല, അത് തന്നെ കാര്യം. അങ്ങനെയുള്ള സമയം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു എഗ് റൈസ് എന്നോ പനീർ റൈസ് എന്നൊക്കെ പറയും. ഇതിന് കറിയൊന്നും വേണ്ട കേട്ടോ, ഇത് മാത്രം മതി, ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കിയാലോ. ഒരു മീഡിയം സൈസ് സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും. സവാളയൊക്കെ ഒരു മീഡിയം സൈസ് ആട്ടോ, തക്കാളി ഒരു കുഞ്ഞു തക്കാളി, ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക. പൊടികളൊക്കെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല. ഇതിൻ്റെയൊക്കെ അളവുകൾ ഞാൻ എങ്ങനെ പറയുമല്ലേ, എല്ലാം വളരെ കുറച്ചല്ലേ ഉള്ളെങ്കിൽ ഞാൻ കൊടുത്തിരിക്കാം. പിന്നെ ഒരു മുട്ടയും 2 മുട്ടയും ഒഴിച്ച് കുറച്ച് ഉപ്പ് അങ്ങോട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ചിക്കി പൊരിച്ചെടുക്കുക. പിന്നെ കുറച്ച് പനീർ പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം എനിക്ക് എരി കളർ കുറച്ച് കുറവായതെന്ന് തോന്നി. അപ്പം ഞാൻ വീണ്ടും കുറച്ച് മുളക് പൊടി ഇട്ട് വീണ്ടും നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കേട്ടോ. എന്നിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഏത് റൈസ് വേണമെങ്കിലും ഇടാം. ഞാൻ ബസ്മതി റൈസ് ഇട്ട് കൊടുത്തു. കുറേയേറെ മല്ലിയിലയും കൂടെ ഇട്ട് ഹൈ ഫ്ലെയിമിൽ നന്നായിടം കൂടെ ഇളക്കുക കേട്ടോ. ഇളക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്കും സംഭവം നല്ല അസാധ്യ സാധനമാണ്. കറി ഒന്നും വേണ്ട കഴിക്കാൻ. തൈരുണ്ടെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയുക, ലക്ഷറി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ.